വിപണി വീണ്ടും താഴ്ചയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തിന് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരമേ ഉള്ളൂ. ഇലക്ഷനുകൾ സമീപിക്കുകയാണ്. ഇലക്ഷനുകളെ സംബന്ധിച്ച് ആശങ്കകളുണ്ട്. അതുപോലെ തന്നെ വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്നുമുണ്ട്. വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനും ഏതാണ്ട് രാഷ്ട്രീയം തന്നെയാണ് ഉത്തരം. അത് ഒരു വശം. രണ്ടാമത്തെ വിഷയം, ഉയർന്ന നിലവാരത്തിൽ ലാഭമെടുത്ത് പിന്മാറാൻ ശ്രമിക്കുന്നവർ വളരെ കൂടുതലുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങളെക്കാൾ കൂടുതൽ വ്യാപാര അധിഷ്ഠിത നിക്ഷേപങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അത്തരക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. ഏതായിരുന്നാലും 2-3 ദിവസം കൊണ്ട് വിപണി 1% താഴ്ന്നു. 1% താഴ്ന്നു എന്ന് മാത്രമല്ല, മുഖ്യ സൂചികകൾ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിലുള്ളതാണ് താഴ്ച എന്നുള്ളതാണ് വസ്തുത. ഇന്നിപ്പോൾ വിപണിയിൽ ഏതാണ്ട് 4000-ഓളം ഓഹരികൾ വ്യാപാരം ചെയ്യപ്പെട്ടതിൽ 2997 എണ്ണവും താഴോട്ട് പോവുകയാണ് ചെയ്തത്. 998 എണ്ണം മാത്രമേ ഉയർന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം എന്ന് പറയുന്നത് വിപണിയിൽ നിക്ഷേപകർക്ക് കുറേ വിശ്വാസക്കുറവുണ്ട് എന്നുള്ളത് തന്നെയാണ്. 616 ഓഹരികളാണ് ഇന്ന് ലോവർ സർക്യൂട്ട് അടിച്ചത്. അതായത് ഒരു ദിവസത്തെ സാധ്യമായതിൽ ഏറ്റവും താഴ്ന്ന പരിധിയിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ വ്യാപാരത്തിലൊരു നിഷേധാത്മക നയം വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വരുന്ന വിലക്കയറ്റ കണക്കുകളോ ഒക്കെ ആശ്വാസം പകരുന്നതായിരിക്കണം. വിലക്കയറ്റത്തിൻ്റെ കണക്കുകളും വ്യവസായ ഉൽപ്പാദനത്തിൻ്റെ കണക്കുകളും ഇന്ന് വൈകുന്നേരം പുറത്തു വരാനുണ്ട്. നാളെ കയറ്റുമതി ഇറക്കുമതിയുടെ കണക്കുകൾ വരാനുണ്ട്. മറ്റന്നാൾ മൊത്തവില സൂചിക വരാനുണ്ട്. ഇതെല്ലാം ഗുണകരമായ രീതിയിൽ പോസിറ്റീവായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിക്ഷേപകർ കുറേ കൂടിയൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെന്ന് വരാം. അതല്ലെന്നുണ്ടെങ്കിൽ ഓരോ ഓഹരിയിലും ഉയർന്ന നിലവാരത്തിലെത്തി കഴിയുമ്പോൾ അത് വിറ്റ് മാറുക എന്ന ഈ അടുത്ത കാലത്തെ സമീപനം തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ ക്ഷീണം വന്നിട്ടുള്ളത് പൊതുമേഖലാ ഓഹരികൾക്കാണ്. പൊതുമേഖലാ ഓഹരികൾ സമീപകാലത്ത് വലിയ കയറ്റമായിരുന്നു. പൊതുമേഖലയിലാണ് ഇനി എല്ലാ ഉയർച്ചയും എന്ന മട്ടിലാണ് എല്ലാവരും അതിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ പൊതുമേഖലയുടെ ഓഹരികളിൽ പലതും 20%-ഓളം താഴ്ന്നുപോയി. SJVN എന്ന് പറയുന്ന സറ്റ്ലെറ്റ് യമുന വൈദ്യുത് നിഗം, ITDC, ഹഡ്കോ, NBCC, MMTC, HOCL, നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ NHPC, IRFC, RVNL തുടങ്ങിയവയെല്ലാം ഏതാണ്ട് 10% മുതൽ 20% വരെയുള്ള ഇടിവിലാണ് അവസാനിച്ചത്. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പൊതുമേഖലയിൽ നിന്നോ സ്വകാര്യ മേഖലയിൽ നിന്നോ ഉള്ള വ്യത്യാസമില്ലെങ്കിലും പൊതുമേഖലാ ഓഹരികൾക്ക് കൂടുതൽ ഗൗരവം പലപ്പോഴും നിക്ഷേപകർ കൊടുക്കാറുണ്ട്. കാരണം പൊതുമേഖലാ ഓഹരികൾക്ക് ധാരാളം ആസ്തികളുണ്ട്. അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കോട്ടം വരാതിരിക്കാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കുമെന്ന വിശ്വാസമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഇതെല്ലാം താഴോട്ട് പോവുകയാണ്. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ഇന്ന് 11% ഇടിഞ്ഞു. ഷിപ്പിംഗ് കോർപ്പറേഷൻ 9% താഴോട്ട് പോയി. SJVN ജലവൈദ്യുത നിഗമിൻ്റെ പ്രശ്നം വന്നത് അവരുടെ അറ്റാദായം 51% കുറഞ്ഞു. അതിൻ്റെ പേരിലാണ് 20%-ഓളം ഇടിവ് ഓഹരിക്കുണ്ടായത്. എന്നാൽ മറ്റു പല കമ്പനികളുടെയും കാര്യത്തിൽ അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഓഹരികൾ താഴോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് പേടിഎമ്മിൻ്റെ ഓഹരികളെ സംബന്ധിച്ച് രാവിലെ മുതൽ വിപണിയിലൊരു ചാഞ്ചാട്ടമായിരുന്നു. രാവിലെ ആദ്യം ഒന്ന് ഉയർന്നു, പിന്നീട് കുറേ താഴ്ന്നു, വീണ്ടും ഉയർന്നു. അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ ഏതാണ്ട് 1.5% ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പേടിഎമ്മിൻ്റെ കാര്യത്തിൽ ഒരു ഉപദേശക സമിതിയെ നിയമിച്ചിട്ടുണ്ട്. പഴയ SEBI ചെയർമാൻ M. ദാമോദരൻ അധ്യക്ഷനായിട്ടുള്ളൊരു 3-അംഗ സമിതിയാണ് നിയമിച്ചിരിക്കുന്നത്. വളരെ വിശ്വാസ്യതയും മറ്റുമുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു M. ദാമോദരൻ. അപ്പോൾ അദ്ദേഹത്തേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് റെഗുലേറ്ററി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപദേശം തേടുന്നത് വിപണിയിൽ നല്ല അഭിപ്രായം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് പ്രശ്നങ്ങൾ തീരുമെന്ന് ഉള്ള ഒരു യാതൊരു സൂചനയും ഇല്ല. റിസർവ് ബാങ്ക് വളരെ കർശനമായ നിലപാടിലാണ് നിൽക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ അന്വേഷണത്തിൽ പല തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവരുടെ കാര്യത്തിലുണ്ട്. അതുപോലെ ചൈനീസ് മൂലധനം നിക്ഷേപം സ്വീകരിച്ചതിൻ്റെ കാര്യവും പേടിഎമ്മിൻ്റെ പേരിൽ പ്രശ്നങ്ങളായിട്ട് നിൽപ്പുണ്ട്. ഇന്ന് പൊതുമേഖലാ ബാങ്കുകളുടെ കാര്യവും വളരെ കഷ്ടമായിരുന്നു. പൊതുമേഖലാ ബാങ്കുകളിൽ SBI 2.5% താഴ്ന്നപ്പോൾ വേറെ കുറേ എണ്ണം 10% മുതൽ 20% വരെ ഉള്ള താഴ്ചയിലായിരുന്നു. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്,
ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂക്കോ ബാങ്ക് തുടങ്ങിയവയൊക്കെ ഏതാണ്ട് 10% താഴ്ചയിലാണ് പോയത്. PSU ബാങ്കിൻ്റെ മൊത്തം നിഫ്റ്റി സൂചിക 3.3% താഴോട്ട് പോയി. ബന്ധൻ ബാങ്ക് സ്വകാര്യ മേഖല അടുത്ത കാലത്ത് വളർന്നു വന്ന ഒന്നാണ്. അതിൻ്റെ അസറ്റ് നിലവാരം താഴ്ന്നു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ 7%-ലധികം ഇടിവുണ്ടായി ഓഹരിക്ക്. മൂന്നാം പാദത്തിൽ കമ്പനി ബാങ്കിന് കൂടുതൽ തുക വകയിരുത്തേണ്ടി വന്നു നഷ്ട വായ്പകളുടെ പേരിൽ. അതുപോലെ തന്നെ കൂടുതൽ ആസ്തികൾ അല്ലെങ്കിൽ കൂടുതൽ വായ്പകൾ കിട്ടാക്കടങ്ങളാകും എന്ന സൂചനയും വന്നു. ഇതിനിടെ ബന്ധൻ ബാങ്കിൻ്റെ ഇടപാടുകളെ സംബന്ധിച്ച് ഒരു ഫോറൻസിക് ഓഡിറ്റ് തുടങ്ങിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് അവർക്ക് ഒരു പുതിയ ഓവർസീയിങ് സൂപ്പർവൈസറി മാനേജറെ അവിടേക്ക് നിയമിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്ത കുറേയേറെ സബ്സിഡി കിട്ടുന്ന കുറേ വായ്പകളുണ്ട്. ആ വായ്പകൾക്ക് ഗവൺമെൻറ് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരുന്നു. ചെറുകിട വ്യവസായ മേഖലയ്ക്ക് കൊടുക്കുന്ന വായ്പകൾക്കുള്ള ആ ഇൻഷുറൻസ് കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്ട് ഇതിൽ 10%-ലധികം വായ്പകൾ കിട്ടാക്കടങ്ങളായി എന്ന് പറഞ്ഞാണ് ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യം വാങ്ങിയെടുത്തത്. മറ്റ് ബാങ്കുകളൊക്കെ 2-3% നിൽക്കുമ്പോൾ ഒരു 10%-ലേറെ കടങ്ങൾ പ്രശ്നങ്ങളായി എന്ന് പറയുന്നത് അത്ര വിശ്വാസ്യതയില്ലാത്തതായതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരി 7%-ലധികം താഴ്ന്നു. കാത്തലിക് സിറിയൻ CSB എന്ന പഴയ കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ ഓഹരി 2.5%-ലധികം താഴ്ന്നു. CSB ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രൊമോട്ടറായിട്ട് നിൽക്കുന്ന കനേഡിയൻ നിക്ഷേപകൻ പ്രേം വത്സ, അദ്ദേഹത്തിൻ്റെ ഫെയർഫാക്സാണ് ഇപ്പോൾ ഈ ബാങ്കിൻ്റെ 49% ഓഹരി വാങ്ങിവെച്ചിരിക്കുന്നത്. അവരെപ്പറ്റി ഒരു മോശം റിപ്പോർട്ട് ആഗോളതലത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. പ്രേം വത്സയുടെ മറ്റൊരു കമ്പനിയാണ് ക്വസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് ഇന്ത്യയിലുള്ളത്. തോമസ് കുക്ക് ഇന്ത്യയും അവരുടെ കീഴിലുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനികളൊക്കെ കള്ളക്കണക്കുകൾ എഴുതി വലിയ ലാഭവും മറ്റും കാണിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അമേരിക്കയിലെ ഒരു ഗവേഷണ സ്ഥാപനം, മഡ്ഡി വാട്ടേഴ്സ് എന്ന് പറയുന്ന ഗവേഷണ സ്ഥാപനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഹിൻഡൻബർഗ് റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിനെ ആക്രമിച്ചതുപോലെയുള്ള ഒരു ആക്രമണമാണ് ഇതിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിനോടുള്ള പ്രതികരണം വിപണിയിൽ അത്ര കർശനമായിട്ട് വന്നിട്ടില്ല. അധികം കമ്പനികൾ ലിസ്റ്റ് ചെയ്ത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഏതായിരുന്നാലും CSB ബാങ്ക് അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കപ്പെടുന്നതെന്നാണ്. അവരുടെ ഓഹരിയുടെ വില 2.5%-ഓളം താഴ്ന്നു. ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി 5% താഴ്ന്ന് 43 രൂപയായി. ഫെഡറൽ ബാങ്ക് ഓഹരി ഇന്ന് രാവിലെ ചാഞ്ചാട്ടത്തിന് ശേഷം വൈകുന്നേരം 0.5% നഷ്ടത്തിൽ അവസാനിക്കുകയത്. ഇന്ന് കൂടുതൽ ഇടിവ് വന്ന മറ്റൊരു മേഖല ഓയിൽ ഗ്യാസ് കമ്പനികളാണ്. ഇന്ത്യൻ ഓയിൽ മുതലുള്ള ONGC വരെയുള്ള കമ്പനികളുടെ എല്ലാം ഓഹരികൾ ഇന്ന് താഴോട്ട് പോയി. കഴിഞ്ഞ ആഴ്ചയിലും ആ ഓഹരികൾ താഴോട്ട് പോയിരുന്നു. പ്രത്യേകമായിട്ട് ആ മേഖലയിലൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിലും 4ാം പാദത്തിൽ അവരുടെ റിസൾട്ട് മെച്ചമാവില്ല എന്നുള്ളൊരു ശ്രുതിയാണ് വിപണിയിൽ പരന്നുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പന്നാവധി വ്യാപാരം നടത്തുന്ന NCXൻ്റെ ഓഹരികൾ ഇന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ വരുമാനം വളരെ കൂടിയെങ്കിലും ലാഭം മാറിയിട്ട് നഷ്ടമായി എന്ന സാഹചര്യത്തിലാണ് ഓഹരി 10%-ഓളം ഇടിഞ്ഞത്. കമ്പനി പറയുന്ന വിശദീകരണം അടുത്ത പാദത്തിൽ കമ്പനിക്ക് ഇങ്ങനെ നഷ്ടം വരേണ്ട സാധ്യതയില്ല. കമ്പനി പുതിയ സോഫ്റ്റ്വെയറിലേക്കൊക്കെ പോയതുകൊണ്ട് സോഫ്റ്റ്വെയർ ഫീസ് ഇനത്തിൽ തന്നെ മാസം 30 കോടി രൂപ ലാഭം ഉണ്ടാകും. അത് അനുസരിച്ച് കമ്പനി തന്നെ ലാഭത്തിലേക്ക് മാറും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായിരുന്നാലും വിപണിയിൽ ഓഹരി ഇന്ന് താഴോട്ട് പോവുകയാണ് ചെയ്തത്. ഹിന്ദുസ്ഥാൻ കോപ്പർ, നാഷണൽ അലൂമിനിയം കോർപ്പറേഷൻ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ന് 8.5-9% വീതം ഇടിഞ്ഞു. ഭാരത് ഫോർജ് ലിമിറ്റഡ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ഫോർജിങ്ങുകൾ കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനമാണ്. നോർത്ത് അമേരിക്കയിൽ വളരെ വലിയ ബിസിനസ്സുള്ള ഒരു പ്രസ്ഥാനമാണ് ഭാരത് ഫോർജ്. അപ്പോൾ കല്യാണി ഗ്രൂപ്പിൽപ്പെട്ട ഈ കമ്പനിയുടെ ഓഹരി ഇന്ന് 15% കണ്ടിടിഞ്ഞു. കയറ്റുമതി വിപണിയിൽ വലിയ ക്ഷീണമുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. കമ്പനിയുടെ കയറ്റുമതി അളവ് വളരെ കുറഞ്ഞു. എന്നാൽ ഡിഫൻസ് മേഖല, പ്രതിരോധ മേഖലയിൽ നിന്നുള്ള ഡിമാൻഡുകൾക്ക് വ്യത്യാസമില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്തായിരുന്നാലും ഓഹരി ഇന്ന് താഴ്ന്നാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ സംവർദ്ധന മദർസൺ, അതും വാഹനങ്ങളുടെ പാർട്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ
റിസൾട്ട് നല്ലതായിരുന്നു. പക്ഷേ ഓഹരി 9% കണ്ടിടിഞ്ഞു. ഹീറോ മോട്ടോ കോർപ്പറേഷൻ്റെ വിറ്റുവരവും ലാഭവും എല്ലാം വർദ്ധിച്ചു, ലാഭ മാർജിനും വർദ്ധിച്ചു. പക്ഷേ ഓഹരി 6% താഴോട്ട് പോയി. ഇന്ന് വൈകുന്നേരം ഇന്ത്യയിലെ ചില്ലറ വിലക്കയറ്റത്തിൻ്റെ കണക്കുകൾ വരാനുണ്ട്. അതുപോലെ വ്യവസായ ഉൽപ്പാദന സൂചികയുടെ കണക്ക് വരാനുണ്ട്. നാളെ വൈകുന്നേരം അമേരിക്കയിലെ ചില്ലറ വ്യവസായത്തിൻ്റെ കണക്കുകൾ വരാനുണ്ട്. ഇതെല്ലാം ഈ ആഴ്ച വിപണിയെ നിർണായകമായിട്ട് സ്വാധീനിക്കുന്ന വിവരങ്ങളായിരിക്കും. ഇന്ത്യയിലെ ചില്ലറ വിലക്കയറ്റം 5%-അടുത്തേക്ക് താഴും എന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ മാസം 5.7%. ഇത്തവണ 5.09% കുറയുമെന്നൊക്കെയാണ് ധനശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. അമേരിക്കയിലെ വിലക്കയറ്റമാണെങ്കിലും 3.9%-ൽ നിന്ന് 3.7% കുറയും എന്ന ഒരു നിഗമനം അവിടെയുണ്ട്. അതുപോലെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വിപണിക്ക് നല്ലതാണ്. മറിച്ച് എന്തെങ്കിലും വ്യത്യാസമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിപണി നെഗറ്റീവായിട്ട് പ്രതികരിക്കും. ഇപ്പോൾ നെഗറ്റീവായിട്ട് പ്രതികരിക്കാനൊരു നിമിത്തം നോക്കിയിരിക്കുകയാണ് വിപണി. അപ്പോൾ അതിനൊരു നിമിത്തം കിട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കൂടുതൽ വിവരങ്ങൾ നാളെ വൈകുന്നേരം ചർച്ച ചെയ്യാം.